ഗായ്സ്, ക്ലാരയാണേ. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം, എക്സാക്ട്ലി ഒരാഴ്ചയല്ല, എന്നാലും 1-ാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ രണ്ടാമത്തെ 2026 രണ്ടാമത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. എന്തുണ്ട് വിശേഷം? കുറച്ച് തിരക്കായി പോയിന്നേ, പിന്നെ കുറച്ച് മൂഡ് ഔട്ടൊക്കെ ആയിരുന്നു. സാരമില്ല, അതൊക്കെ ഞാൻ പുറത്ത് ചാടി. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. വീണ്ടും സ്റ്റോറി തന്നെ സ്റ്റോറി. എനിക്ക് സ്റ്റോറിയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ട് പോകും. നല്ല കാര്യമാണ്. ആരെങ്കിലും ഒരാൾക്ക് ഇൻസ്പയറിങ് ആവുമെങ്കിൽ നല്ലതല്ലേ. ഡ്രസ്സ് കേൾക്കുന്നില്ലേ? ഞാൻ കേൾപ്പിച്ചതേ. ഇതാ കണ്ടോ, നല്ല ഡ്രസ്സില്ലേ? വെള്ളത്തിൻ്റെ കളകളാരവും അങ്ങനെ പറയൂ, അറിയുമായിരിക്കും. എന്തിലാവട്ടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ മക്കൾക്ക് ഫോൺ അധികം കൊടുക്കണ്ട എന്നോർത്തിട്ട് എന്താ പറയുക, ടാബും ഫോണും ആ ഒരു കുറയ്ക്കാമെന്ന് ഓർത്തിട്ട് ജേക്കബ് ഇന്ന് മോക്കൊരു വീട് പണിത് കൊടുത്തു. അതായത് റൂമിൽ തന്നെ, അവളുടെ റൂമിൽ തന്നെ ബെഡിൽ കസേരയൊക്കെ വെച്ച് ഒരു കൂടാരം പോലെ. അവൾ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അവളുടെ ഒരു ഹാപ്പിനെസ് കാണണമായിരുന്നു. അപ്പോൾ ആ ഒരു വീട് എന്ന കോൺസെപ്റ്റിൽ എനിക്കൊരു ചെറിയ കഥ നിങ്ങളോട് പറയാനുണ്ട്. ആർക്കെങ്കിലും ഇൻസ്പയർ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്താണ്. അപ്പോൾ ഒരു വീട്ടിൽ കഥ പറയുവാണ്. ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും പാവങ്ങളാണ്. അവർക്കൊരു മോളുണ്ട്, മീനാക്ഷി. അപ്പം മീനാക്ഷി അച്ഛൻ കൂലിപ്പണി കഴിഞ്ഞ് വരും, അമ്മ വീട്ടിലെ പണിയൊക്കെ നോക്കി അങ്ങനെ അപ്പൻ്റെ ഒരു ജോലിയിലാണ് അവരുടെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഫോണില്ല, ടി വി ഇല്ല, എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ റിച്ച് ഫാമിലീസൊക്കെയാണ്, പക്ഷെ അവരൊന്നും ഇവിടെ കൂട്ടത്തില്ല. അങ്ങനെ അവൾ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്കൊരു വീട് പണിത് തരുമോ, എനിക്ക് കളിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ സിബ്ലിങ്സ് ആണെങ്കിലും ഇല്ല, സഹോദരങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കൊരു വീട് പണിത് തരുമോ, ഞാൻ കളിച്ചോട്ടെ. അപ്പോൾ അപ്പൻ അതിനെന്താണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചാക്കും പിന്നെ കുറച്ച് പൊട്ടിയ മൺപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു വീട് പണിയാൻ വേണ്ടി തുടങ്ങി. പിന്നെ കമ്പൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ കമ്പൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഭിത്തി പോലെയും അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ മീനാക്ഷി കരയാൻ തുടങ്ങി, ഭയങ്കര കരച്ചിൽ. കാരണം എൻ്റെ ഈ വീട് ഇനി നനഞ്ഞ് കുതിർന്നൊക്കെ പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം വേഗം ഒരു ടാപ്പ മുകളിൽ വെച്ചിട്ട് മോളോട് പറഞ്ഞു, ഇതാണ് പോയിന്റ്, പറയാൻ ശ്രദ്ധിക്കണേ. മോളോട് പറഞ്ഞു, തകർന്നു പോകുമെന്ന് കരുതുന്ന ഈ വീട് പണിയാതിരിക്കരുത്, തകർന്നാലോ വീണ്ടും പണിയാതിരിക്കരുത്. മനസ്സിലായോ? തകർന്നു പോകുമെന്ന് കരുതി നിങ്ങൾ വീണ്ടും പണിയാതിരിക്കരുത്, തകർന്നാലോ വീണ്ടും പണിയാതിരിക്കരുത്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് അത് എൻ്റെ ആവുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്യുന്നേ. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ പൊട്ടും. ഇറ്റ്സ് ഓക്കെ. ഞാൻ എപ്പോഴും പറയാറില്ല, പൊട്ടിയാലേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ അതിൽ നിന്ന് ആ തെറ്റുകളൊക്കെ എന്തൊക്കെയായിരുന്നു, എവിടെയാണ് ഞാൻ ഫെയിലിയർ ആയത്, അത് കണ്ടുപിടിച്ച് തിരുത്തി വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ ജയിക്കും. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് പക്ഷേ വീട്ടിൽ സൈക്കിളില്ല. അപ്പോൾ പഠിപ്പിച്ച് തരാനും ആൾക്കാർക്കൊക്കെ എല്ലാവരും ബിസി. ഇപ്പോൾ എന്നാ ചെയ്തു, ഞാൻ പപ്പയോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് സൈക്കിൾ മേടിച്ച് തരുമോ? പപ്പ പറഞ്ഞു മേടിച്ച് തരാമല്ലോ, പക്ഷേ സ്കൂളിൽ നല്ല മാർക്ക് മേടിക്കണം. ഈ 8ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, 8ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ സൈക്കിൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ ഓടിക്കാനും പഠിക്കണ്ടേ. അപ്പോൾ കസിൻസിന് മാത്രമേ സൈക്കിളുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അങ്കിളോട് ചോദിച്ചു, അങ്കിളേ എനിക്ക് സൈക്കിളൊന്ന് ഓടിക്കാൻ തരുമോ? അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, ഗ്രൗണ്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ച് തരാൻ ആരെങ്കിലും റെഡി ആവുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും തിരക്ക്, ആരും റെഡിയല്ല. അപ്പം ഞാൻ കസിനോട് ചോദിച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോയി ഗ്രൗണ്ടിൻ്റെ അവിടെ ഞാൻ സ്വന്തം പഠിക്കാവുന്ന ഒരു തീരുമാനത്തിൽ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇരുന്ന് കടന്നപ്പോൾ മുട്ടത്തില്ല, ഇച്ചിരി വലിയ സൈക്കിളായിരുന്നു. അപ്പോൾ ഓടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് വീഴാൻ പോയി. പക്ഷെ ഞാനിങ്ങനെ നമുക്കറിയാമല്ലോ പിടിച്ച് നിന്നു. വീണ്ടും ഞാൻ തിരിച്ച് ബാക്കോട്ട് പോയി. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ എന്തായാലും പഠിച്ചിട്ടേ അവിടെ പോലുള്ള ഒരു വിശ്വാസം, ഒരു ആഗ്രഹം, ദൃഢനിശ്ചയം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഒരു 2-3 ട്രൈ കഴിഞ്ഞ് നാലാമത്തെ ട്രൈയിൽ കുറച്ച് മുന്നോട്ടങ്ങ് പോയി സൈക്കിൾ. അപ്പം ഞാൻ ഓ മൈ ഗോഡ് സംഭവിച്ചു. അതായത് കുറച്ച് മുന്നോട്ട് പോയി, ഞാൻ വീഴാതെ പോയി. അങ്ങനെ വീണ്ടും ഞാൻ ട്രൈ ചെയ്തപ്പം ടു ബി ഓണസ്റ്റ് വിത്തിൻ 30 minutes ഞാൻ കയ്യിലല്ല, ഞാൻ ആ ഫുൾ ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ടായിരുന്നു, ഫുൾ തന്നെ ഓടിച്ചു. ബാലൻസ് ഒന്നും സപ്പോർട്ടിങ് വീൽസ് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ഓടിച്ചു. പിന്നെ പപ്പയോടും മംഗളമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചു, നമ്മൾ
വീണാലും നമ്മൾ അതിൽ നിന്ന് വീണ്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും ഞാനങ്ങനെ ഇപ്പം സക്സസ്ഫുൾ ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, 1 മാസമായിട്ടുള്ളൂ. പക്ഷേ 1 മാസത്തിൽ തന്നെ ആൾക്കാർ മേടിച്ച് തുടങ്ങി. ചിലപ്പം ചില ദിവസങ്ങളിൽ ബിസിനസ് ഉണ്ടാവാറില്ല. അപ്പോൾ എന്ന് വെച്ച് നമ്മൾ എഫേർട്ട് എടുത്ത് എന്തായാലും അത് 100% ഉറപ്പാണ്. കാരണം അത്രയും നല്ല കാര്യങ്ങളാണ്, അതിൻ്റെ പ്രോഡക്റ്റ്സാണ്, സെലക്ഷൻസ് ഒക്കെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമ്മൾ ബിസിനസ് അല്ല എന്ത് കാര്യമാണെങ്കിലും ചിലർക്ക് ഇങ്ങനെ ആകാശത്തിന് മുകളിൽ ബഞ്ചി ജമ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പേടി, പിന്നെ കുറച്ച് ഒരു കാര്യം പോയി പറയുന്നുണ്ട് പേടി. ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു എന്താ പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പക്ഷെ അതിൽ ഒരു ഞാൻ ചെയ്താൽ ശരിയാവുമോ, എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നൊക്കെ ഒരു ചിലർക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ടെൻഷനും പേടിയും, അത് കാരണം ട്രൈ ചെയ്യാതിരിക്കുന്നത്. അപ്പം എൻ്റെ ഒറ്റൊരു ഇതാണ്, നമ്മൾ വീണ് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ വീണ് പോകും, വീണ്ടും ഉയർത്തെണീക്കണം. എന്നിട്ട് നമ്മൾ ഫിനിക്സ് പക്ഷിയെ പോലെ സ്ട്രോങ് ആയി വീണ്ടും ട്രൈ ചെയ്ത് ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആവും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ലെസൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയെങ്കിൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ ഫ്രൈഡേ വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അടിച്ച് പൊളിച്ചൊരു വീക്കെൻഡ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യം നോക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കം കളിച്ചിരുന്ന്, ഇപ്പോൾ ഞാനൊക്കെ കുറച്ച് ഉറക്കം കളിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വേറെ ടൈം, കുറച്ച് എക്സ്ട്രാ ടൈം എനിക്ക് വേണമല്ലോ. ഇപ്പം മക്കളുണ്ട്, ഇപ്പം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്കും കൂടെ ഉള്ള ഭാഗമാണ്, നമ്മൾ ആരോഗ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആരോഗ്യം ഉണ്ടെങ്കിലേ ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആരോഗ്യം നോക്കുക, ചുറ്റുമുള്ളവരുടെ ആരോഗ്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലാവർക്കും സ്നേഹം കൊടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.